ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗോട്ട് നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടിനെ ഒരു 19 സ്റ്റാർ റീയൂണിയൻ കൂടിയായിട്ടാണ് തമിഴ് സിനിമ കാണുന്നത്. പ്രഖ്യാപിച്ചത് മുതൽ ഗോട്ടിനെ കുറിച്ചുള്ള ഓരോ വിശേഷങ്ങളും ആരാധകർക്ക് കൗതുകമായിരുന്നു. ഇപ്പോൾ സംവിധായകൻ വെങ്കട് പ്രഭു ചിത്രത്തിന്റെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു വിവരം കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിജയ് ആയിരുന്നില്ല ഗോട്ടിലേക്ക് താൻ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അച്ഛൻ മകൻ കോംബോ കാണിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ തമിഴിലെ മറ്റ് 2 സൂപ്പർ താരങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ ആലോചിച്ചിരുന്നത്. ഡി-ഏജിംഗ് ടെക്നോളജിയെ കുറിച്ച് സിനിമ എഴുതുന്ന സമയത്ത് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് വെങ്കട് പ്രഭു പറയുന്നത്. അതുകൊണ്ട് തന്നെ രജനീകാന്തിനെയും ധനുഷിനെയും അച്ഛനും മകനും ആക്കിക്കൊണ്ട് ചിത്രം ചെയ്യാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നീടാണ് ഇത്തരം ഒരു ടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതോടെ വിജയുടെ ചെറുപ്പം സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസം വന്നു. അങ്ങനെയാണ് വിജയെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഗോട്ടിന്റെ റിലീസിന് തൊട്ടു മുൻപ് വരുന്നത് ചിത്രത്തിൽ അഭിനയിച്ചതിന് താരങ്ങൾ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകൾ കൂടിയാണ്. തമിഴിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന 2ാമത്തെ നടനാണ് വിജയ്. 1ാമത്തെ നടൻ രജനീകാന്ത് തന്നെയാണ്. 200 കോടി മുതൽ 250 കോടി വരെയാണ് വിജയ് പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് വിവരം. ഗോട്ടിന് വേണ്ടി വിജയ് വാങ്ങിയത് 200 കോടിയോളമാണെന്ന് നിർമ്മാതാവായ അർച്ചന കൽപ്പാത്തി വ്യക്തമാക്കുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ആകെ ചെലവാക്കിയത് GST അടക്കം 400 കോടി രൂപയാണ്. ആകെ ബജറ്റിന്റെ പകുതി പ്രതിഫലവും നായക നടന് നൽകിയതിന് നിർമ്മാതാവ് വ്യക്തമായ കാരണവും പറയുന്നുണ്ട്. ഒരു നടന്റെ പ്രതിഫലം അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ബോക്സ് ഓഫീസ് വരുമാനത്തിന് ആനുപാതികമാണെന്നാണ് അർച്ചന പറയുന്നത്. OTT, സാറ്റലൈറ്റ്, മറ്റു ഭാഷയിലേക്ക് റൈറ്റ്സ് വാങ്ങുന്നത് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന് പ്രൊഡക്ഷൻ ഹൗസ് ഘടകമല്ല. സിനിമ തിയേറ്ററിൽ ഓടുന്നതിലൂടെ തന്നെ അതിന് ചെലവായതും അതിലേറെയും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്ന് അർച്ചന കൽപ്പാത്തി വ്യക്തമാക്കുകയാണ്. വിജയ് ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ സ്നേഹയാണ് നായികയായി എത്തുന്നത്. ഇവരെ കൂടാതെ പ്രഭുദേവ, പ്രശാന്ത്, ലൈല, ജയറാം തുടങ്ങി വൻ താരനിരയുമുണ്ട്. നായികയായി അഭിനയിക്കുന്ന സ്നേഹയ്ക്ക് 30 ലക്ഷമാണ് പ്രതിഫലം എന്നാണ് വിവരം. ബോളിവുഡ് സിനിമാ ലോകത്തും സജീവമായി നിൽക്കുന്ന പ്രഭുദേവയ്ക്ക് 2 കോടിയാണ് ഗോട്ടിൽ അഭിനയിക്കുന്നത് ലഭിക്കുക എന്ന വിവരമാണ് കോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. 90കളിലെ സൂപ്പർ താരമായിരുന്ന പ്രശാന്ത് വാങ്ങിയത് 70 ലക്ഷമാണെന്നും നടൻ ജയറാമിന് 50 ലക്ഷമാണ് പ്രതിഫലമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗോട്ട് ഒരു സാങ്കല്പിക കഥയാണെന്ന് സംവിധായകൻ വെങ്കട് പ്രഭു മുൻപ് പറഞ്ഞിരുന്നു. റോ ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന SATS എന്ന തീവ്രവാദ ബിരുദ സ്ക്വാഡിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ദി ഗോട്ട് പറയുന്നത്. ടൈം ട്രാവൽ സിനിമകളിലെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഗോട്ട് നൽകുക എന്നും വെങ്കട് പ്രഭു പറഞ്ഞിരുന്നു. ഹോളിവുഡിലെ എക്കാലത്തെയും വിജയ ചിത്രമായ അവതാറിന്റെ ഉൾപ്പെടെ VFX വർക്കുകൾ പൂർത്തിയാക്കിയ ടീമാണ് ഗോട്ടിന്റെ VFX ജോലികൾ നിർവഹിക്കുക എന്ന വിവരവും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. വിഷ്വൽ എഫക്ട്സിൽ വലിയ പ്രാധാന്യമുള്ള ചിത്രമാണ് ഗോട്ടെന്നും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ടീം സിനിമയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നുമായിരുന്നു നിർമ്മാതാവ് അറിയിച്ചത്.